ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ വീട്ടിൽ രാവിലെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദോശ ബാക്കി വന്നാൽ വൈകുന്നേരം നമ്മൾക്ക് ആ ദോശ ഉണങ്ങിപ്പോവും, എടുത്ത് കളയൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവും ചെയ്യും. ദോശയാണെന്ന് തിരിച്ചറിയ പോലും ഇല്ല. 4 ദോശ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ദോശ മാറ്റി വയ്ക്കാം. ഇതിന് വേണ്ടി ഒരു മിക്സ് ഫസ്റ്റ് റെഡിയാക്കാം. പാനിലേക്ക് ഓയിൽ ചേർക്കാം. കുറച്ച് ചേർത്താൽ മതിയിട്ട്, ഒരുപാടൊന്നും വേണം. 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 4 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത്. ഒന്ന് മിക്സ് ചെയ്യാം. ഒരു സവോള കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തോളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. 2 പച്ചമുളക്, കുറച്ച് വേപ്പില, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. സവോള ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. സവോള സോഫ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ദോശ ചെറിയ ചെറിയ പീസായിട്ട് റെഡിയാക്കി എടുക്കാം. സവോള സോഫ്റ്റ് ആകുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അപ്പം അതനുസരിച്ച് മുളക് പൊടി ചേർത്തോളൂ. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ആഡ് ചെയ്യാം, മീറ്റ് മസാല ആഡ് ചെയ്യാം. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള അത് ആഡ് ചെയ്തോളൂ. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പൊടി കരിയാതിരിക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി. പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ട് ഇതിലേക്ക് 1 തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. തക്കാളി സോഫ്റ്റ് ആകുമ്പോൾ ഈ മിക്സ് ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 3 മുട്ട ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. മുട്ടയ്ക്ക് മാത്രമുള്ള ഉപ്പ് ചേർക്കണമല്ലോ. ഓൾറെഡി ദോശയിൽ ഉപ്പിട്ട് തന്നെയാണ് ഞാൻ മിക്സിൽ ഉപ്പ് ചേർക്കാത്തത്. മുട്ടയ്ക്ക് മാത്രമുള്ളത് ചേർത്താൽ മതി. നിങ്ങൾ അതനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. നമുക്കെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് ഡ്രൈ ആക്കി ഒന്ന് എടുക്കണം. മുട്ട ചേർത്ത് നല്ലോണം ഡ്രൈ ആക്കി എടുത്തു കിട്ടാം. ഇനി ഞാൻ പാത്രം മാറ്റുന്നുണ്ട്. ഈ പാനിൽ നമുക്ക് ദോശ ഇട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ അത്ര മതി. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മിക്സ് ഇതിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ദോശ ഇട്ട് കൊടുക്കാം. ദോശ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ 2 ചട്ടുക എടുക്കുക കേട്ടോ. അത് കാരണമാണ് ഞാൻ പാൻ മാറ്റിയത്. ഇങ്ങനത്തെ ചട്ടുക ആ പാനിൽ യൂസ് ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്ക് ആയാലും കോട്ടിംഗ് ഒക്കെ പോയി ഒരയും. ഇതുപോലത്തെ പാത്രമാണെങ്കിൽ അത് വരില്ല. ഇങ്ങനത്തെ 2 ചട്ടുക എടുത്ത് ദോശ കാണാത്ത രീതിയിൽ നല്ലോണം നമുക്ക് കുത്തി ഉടയ്ക്കാം. നമ്മൾ കൊത്തുപൊറോട്ടയൊക്കെ റെഡിയാക്കില്ലേ, അതുപോലെ വേണം. കണ്ടില്ലേ, നമ്മൾ ദോശ ഇട്ടത് അറിയ പോലും ഇല്ല. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൊത്തു പൊറോട്ട പോലെ കൊത്തു ദോശ. ബാക്കി വന്ന ദോശ ഉണ്ടെങ്കിൽ ഇനി ഇതുപോലെ ട്രൈ ചെയ്യോട്ടോ. എല്ലാവർക്കും ഇഷ്ടമാകും. കുറച്ചും കൂടി മല്ലിയില ഇട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ആക്കാം. നമുക്ക് ഇത്രയേ ഉള്ളൂ സംഭവം. എല്ലാവരും തീർച്ചയായിട്ടും റെഡിയാക്കണം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ ദോശ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.